സാറ്റർഡേ ക്ലാസ് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ഒരു സിനിമ ഉണ്ടാക്കിയത് പോലെ തോന്നി. അടിപൊളി പടമായിരുന്നു. വളരെ പൃഥ്വിരാജ് തൂക്കിയോ? അത്രയ്ക്കൊന്നും ഇല്ല, അത്രയ്ക്കൊന്നും ഇല്ല, കുഴപ്പമില്ല. അത്ര ഹൈപ്പിനൊക്കെ ഒന്നും ഇല്ല. വൺ ടൈം വാച്ചിനുണ്ടോ? വൺ ടൈം വാച്ച്. പൃഥ്വിരാജിന്റെ എൻട്രി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻട്രി കൊള്ളായിരുന്നു. ബാക്കിയൊന്നും അങ്ങോട്ട് ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ അവർ മരിക്കുമ്പോ ഒക്കെ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. അത് കുറച്ചധികം ഭയങ്കര ക്രിഞ്ചായി പോയോ? അതെ അതെ. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? വളരെ ബോറായിരുന്നു. വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. ഇൻട്രോ ഒന്നും എല്ലാരും ഇൻട്രോ ഒന്നും വലിയ ഗുമ്മൊന്നും ഇല്ലായിരുന്നു. പൃഥ്വിരാജിന്റെ ഇൻട്രോ ഒക്കെ ഒരു ഗുമ്മില്ലായിരുന്നു. ഇല്ലേ, വലിയ ഗുമ്മുണ്ട്. പിന്നെ ഭയങ്കര സ്ലോ മോഷൻ ഒക്കെ ആയിരുന്നു കൂടെ. മൊത്തത്തിൽ വൺ ടൈം വാച്ച്. എടുത്തു പറയാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ? എടുത്തു പറയാൻ ഒന്നുമില്ല. നമ്മൾ എക്സ്പെക്ടേഷൻ എന്തെങ്കിലും മീറ്റ് ചെയ്തോ? എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലെങ്കിൽ കാണാം. കുഴപ്പമില്ലായിരുന്നു. ഞാൻ പകുതി നേരം ഉറങ്ങി, അത് കാണാൻ പറ്റിയില്ല. ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് ഫുള്ള് കണ്ടത്. ഇന്റർവെല്ലോ കൊള്ളായിരുന്നു. ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ എങ്ങനെയായിരുന്നു ബ്രോ? ട്വിസ്റ്റ് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. പിന്നെ ഇമോഷൻ സീൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത്രയ്ക്ക് ഇമോഷൻ കുഴപ്പമില്ലായിരുന്നു. വലിയ കരച്ചിലൊന്നും വന്നില്ല. എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഒരു സാറ്റർഡേ ക്ലാസ് ഇറങ്ങി വന്നിട്ട് പെട്ടെന്ന് ഒരു സിനിമ ഉണ്ടാക്കിയത് പോലെ തോന്നി. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗാൻഡ മൂവി പോലെ തോന്നി. നല്ല ഒരു ഡിഫറെന്റ് ആയിട്ട് ടോവിനോട് ഒരു അപ്രോച്ച് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മേക്കിങ്ങിലൊക്കെ നല്ല കുഴപ്പമില്ലാത്ത എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം അത്രയ്ക്ക് ടോവിനോ ക്യാരക്ടറിനോട് നീതി പുലർത്തിയോ? ടൊവിനോ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്യാമിയോ തിയേറ്റർ കത്തിച്ചു, ഒരു ക്യാമിയോ എനിക്ക് തോന്നിയില്ല. അടിപൊളി, സൂപ്പർ. ടോവിനോ പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിനോ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. ഒരു വില്ലേജ് ലുക്കിൽ ടോവിനോ എങ്ങനെ ഉണ്ടായിരുന്നു? ഓവറോൾ അടിപൊളിയായിരുന്നു. വൺ ടൈം വെച്ച പടമാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ വലുതായിട്ട് എക്സ്പെക്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാറ്റിസ്ഫൈ ആവും. എക്സ്പെക്ട് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈ ആവും. എക്സ്പെക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ബോറാവും. പൃഥ്വിരാജും ടോവിനോയും വലിയ രീതിയിൽ സ്കോർ ചെയ്ത്, പൃഥ്വിരാജോ ടോവിനോയാണോ സ്കോർ ചെയ്തേക്കുന്നത്? പൃഥ്വിരാജിന്റെ അഭിനയം തന്നെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പൃഥ്വിരാജ് ഒരു എൻട്രി ഒക്കെ എങ്ങനെ തിയേറ്റർ ഭയങ്കര കത്തിച്ചോ? ഇല്ല, എൻട്രി ഒക്കെ വളരെ ബോറായി. ഫുള്ള് സ്ലോ മോഷൻ ആണോ ചെയ്ത് വെച്ചേക്കുന്നത്? സ്ലോ മോഷൻ ആയിരുന്നു, കുറച്ച് ബോറായിരുന്നു. ബോറടിക്കും ഇടയ്ക്ക്. ക്ലൈമാക്സ് ഫൈറ്റ് സീൻസ് ഒക്കെ ഭയങ്കര ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തോ? കുറച്ച് ലെങ്തി, പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എങ്കിലും കണ്ടിരിക്കാമല്ലോ. കണ്ടിരിക്കാം. പടം കൊള്ളാം. വില്ലൻ തൂക്കിയോ സിനിമ? പിന്നെ വില്ലനാണ് തൂക്കിയത്, നടനൊന്നും ഒന്നുമില്ല. ടോവിനോട് ഇൻട്രോയെക്കാളും ഡബിൾ മടങ്ങാണ്. അതാണ് വില്ലന്റെ ജേക്സ് ബിജിയുടെ മ്യൂസിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. ഓവറോൾ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ആണോ? പക്ക ഒരു ഫാമിലി എമോഷൻസ്. നല്ല മൂവിയായിരുന്നു. എങ്ങനെ ടോവിനോ എങ്ങനെ ഉണ്ടായിരുന്നു? ടോവിനോ സൂപ്പർ ആയിരുന്നു. പിന്നെ വില്ലനാണോ സിനിമ ഫുള്ള് തൂക്കിയത്? അങ്ങനെ പറയാൻ പറ്റില്ല, രണ്ടുപേരും ഓക്കെ.